ഹായ് ഫ്രണ്ട്സ്, ഹസിസ് കോർണറിൽ ഇന്നൊരു സ്നാക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചീട അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് പത്തിരിപ്പൊടി എടുത്തിട്ടുണ്ട്. 1 കപ്പ് പത്തിരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഉഴുന്ന് പരിപ്പ് വറുത്ത് പൊടിച്ചതാണ് 1 ടേബിൾ സ്പൂൺ. തേങ്ങ ചെരുവിയത് 1/3 കപ്പ്. ചെറിയ ജീരകം 1 ടീസ്പൂൺ. കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ. മുളക് പൊടി 1/2 ടീസ്പൂൺ. നെയ്യ് 1 ടേബിൾ സ്പൂൺ. ഉപ്പ് ആവശ്യത്തിന്. വെളിച്ചെണ്ണ വറുക്കാൻ ആവശ്യത്തിന്. വെള്ളം 1/4 കപ്പ്. ചീട ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ചെറിയ ജീരകവും തേങ്ങയും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 1/3 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണ് ചെറിയ ജീരകവും നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. ഒരു ബൗളിലേക്ക് പത്തിരിപ്പൊടി ഇട്ട് കൊടുക്കാം. 1 കപ്പ് പത്തിരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് വറുത്ത് പൊടിച്ചതാണ്. ഉഴുന്ന് പരിപ്പ് നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്നത് വറുത്തിട്ട് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ശേഷം നന്നായിട്ട് അരിപ്പയിൽ കൂടി ഒന്ന് അരിച്ചെടുക്കണം. തരികളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് നമുക്ക് സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച തേങ്ങയും ചെറിയ ജീരകവും കൂടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. കുട്ടിക്ക് ഉണ്ടാക്കുന്നതായതുകൊണ്ട് എരിവ് അല്പം കുറച്ചിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. സ്നാക്സ് ആയിട്ട് കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ളൊരു വിഭവമാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിലേക്ക് നമുക്കിനി 1 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സ്പൂണും മാറ്റി നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പ് വെള്ളം വേണ്ടി വരും. ചപ്പാത്തി കുഴക്കുന്ന പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. വെള്ളം കുറേശ്ശെ ഒഴിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. വെള്ളം കൂടിപ്പോയാൽ പിന്നെ ബുദ്ധിമുട്ടായിരിക്കും കുഴച്ചെടുക്കാൻ. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ഉണ്ടാക്കിയെടുക്കണം. നമുക്ക് പരമാവധി ചെറിയ ചെറിയ ബോൾസ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോഴാണ് നമുക്ക് വെന്തിട്ടാനും എളുപ്പമായിരിക്കും, കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതേപോലെ ചെറിയ ബോൾസാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിൽ ആകെ ബുദ്ധിമുട്ടുള്ള പണി ഈ ബോൾസ് ഉണ്ടാക്കുന്നത് മാത്രമാണ്. ഇതിനു വേണ്ടി കുറച്ച് സമയം അധികം വേണ്ടി വരും. കുട്ടികളും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവർക്ക് കൊടുത്താൽ ഒരു കൂടി സഹായിച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ മുഴുവൻ ബോൾസും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് ഗോൾഡൻ ബ്രൗൺ കളറിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാൻ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓരോ ബോൾസായിട്ട് ഇട്ട് കൊടുക്കണം. ഫസ്റ്റത്തെ ബോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടാക്കുമ്പോൾ നമ്മൾ തീ കുറച്ച് വയ്ക്കാൻ ശ്രദ്ധിക്കുക. ഹൈ ഫ്ലെയിമിലിട്ട് നമ്മൾ കുക്ക് ചെയ്താൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും. നമ്മുടെ ചീട ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഉള്ളു വെന്തും കിട്ടും, നല്ല ടേസ്റ്റും ആയി കിട്ടും. ഓരോ ബോൾസായിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ചധികം നമുക്ക് ഇട്ട് കൊടുക്കാം. സൈസ് ചെറുതായതുകൊണ്ട് നമുക്ക് കുറച്ചധികം ബോൾസ് ഇട്ടിട്ട് വറുത്തെടുക്കാം. കുറച്ചൊന്ന് ആയി വന്നിട്ടുണ്ട് ചീട. ഒന്നുകൂടി ആയിട്ട് നമുക്ക് കോരിയെടുക്കാം. കളർ ഒന്നുകൂടി ചേഞ്ച് ചെയ്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. എടുത്തു. ഈ പരുവാകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. നമുക്ക് അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കാം. റെഡിയായി വന്നിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള മുഴുവനും ഇട്ട് കൊടുത്തിട്ട് തയ്യാറാക്കി എടുക്കാം. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.